ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് അതേപോലെയുള്ള ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. നിങ്ങൾ കാര്യം വ്യക്തമായി കേൾക്കുക. കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക. ഞാനിപ്പോ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിന്റെ ഇടയിലാണ്. അതിന്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു 1 ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ്. നിങ്ങൾക്കറിയാം, കേരളത്തിൽ എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും ഈ ക്ലാസ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. കേരളത്തിന് പുറത്തുള്ള ആളുകൾക്ക് ഓൺലൈൻ ട്രെയിനിങ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതൊരു 1 ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കാം. പേടിയില്ലാതെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഇന്നലത്തെ ന്യൂസിൽ നിങ്ങളൊരു വാർത്ത കണ്ടിട്ടുണ്ടാവും. അതായത് വഴിയിൽ നിന്നൊരു പയ്യന് കാർ ഇടിച്ചിട്ട് നിർത്താണ്ട് പോയി എന്ന്. എങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാനും ആ വീഡിയോ കണ്ടു. ഞാൻ ആ വീഡിയോയിൽ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 2 പേര് റോഡിൽ നിന്ന് സംസാരിക്കുന്നു. ഒരാള് സൈക്കിളിൽ ആണ്, ഒരാൾ നിന്നിട്ടുണ്ട്. അപ്പം റോഡിൽ എവിടെയാ നിന്നിരിക്കുന്നത്? എവിടെ അവര് നിന്നിട്ടുണ്ടായത്? വൈറ്റ് ലൈനിന്റെ ഉള്ളിലാണ്. അതായത് ബോർഡറിൽ ഒരു വൈറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ആ വൈറ്റ് ലൈനിന്റെ ഉള്ളിൽ ഏകദേശം 1 അടി മാറി ഉള്ളിലേക്കാണ് അവർ നിന്നിട്ടുള്ളത്. എന്നിട്ടാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്താണ് കാറ് സ്പീഡിൽ വന്ന് തട്ടിയിട്ട് പോയത്, നിർത്താതെ പോയത്. ഇവിടെ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഡ്രൈവറുടെ തെറ്റാണ്. അങ്ങനെയല്ലേ നമ്മൾ പൊതുവെ മനസ്സിലാക്കുക, അല്ലെ? ഡ്രൈവറുടെ തെറ്റ് തന്നെയാണ്. വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ബ്രേക്ക് ചെയ്ത് നിർത്തേണ്ടതായിരുന്നു, അല്ലെങ്കിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് അയാൾ റൈറ്റ് സൈഡിലേക്ക് വെട്ടിച്ചെടുത്ത് പോകേണ്ടതായിരുന്നു, അല്ലെ? പക്ഷേ ഇവിടെ ഞാൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് ഞാൻ പല സ്ഥലത്തും ട്രാവൽ ചെയ്യുന്ന സമയത്ത് പലരും റോഡിലൂടെ നടന്നു പോകുന്ന രീതി ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, അല്ലെങ്കിൽ പലരും റോഡ് ഉപയോഗിക്കുന്ന രീതി ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നമ്മളുടെ റോഡില് ആളുകൾ നടക്കുന്നുണ്ട്. ഫുട്പാത്ത് ഇല്ലാത്ത റോഡുകളിലൂടെ ആളുകൾ നടന്നു പോകും, റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് വാഹനങ്ങൾ പോകുന്നുണ്ടാവും. ഇപ്പോ ഒരാള് റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ ക്രോസ് ചെയ്യണം? വളരെ ശ്രദ്ധയോടുകൂടി, വളരെ ജാഗ്രതയോടുകൂടി മാത്രമേ ഒരാൾ റോഡ് ക്രോസ് ചെയ്യുവാൻ പാടുള്ളൂ. 2 സ്ഥലത്തുനിന്നും വാഹനങ്ങളില്ല എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ടാണ് ക്രോസ് ചെയ്യേണ്ടത്. ഇനി നടന്നു പോകുന്ന ആള് റോഡിന്റെ ഏത് ഭാഗത്തു കൂടിയിട്ടാണ് നടക്കേണ്ടത്? റോഡിന്റെ ഏത് ഭാഗത്തു കൂടിയിട്ടാണ് നടക്കേണ്ടത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളെല്ലാം അറിയുന്ന ആളുകളായിരിക്കും, ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയും. റോഡിന്റെ വലതു ഭാഗത്ത് കൂടിയിട്ടാണ് നമ്മൾ നടന്നു പോവുക, അല്ലെ? ഇടതു ഭാഗത്ത് കൂടിയിട്ടാണ് വാഹനങ്ങളൊക്കെ പോവുക. അങ്ങനെ നടക്കുന്ന എത്ര പേരുണ്ട് വലതു ഭാഗം ചേർന്നിട്ട്? ഇനി രാത്രിയിൽ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് കറുത്ത വസ്ത്രങ്ങൾ ഇട്ട് റോഡിലൂടെ നടന്നു പോകരുത് എന്ന് പറയാറുണ്ട്. എന്താണ് കാരണം? അങ്ങനെ പോയി കഴിഞ്ഞാൽ വാഹനങ്ങൾക്ക് അങ്ങനെ ഒരാൾ റോഡിൽ ഉണ്ട് എന്ന് മനസ്സിലാവില്ല, അപകടം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി റോഡിലൂടെ നടക്കുന്ന സമയത്ത് വളരെ ജാഗ്രതയോടുകൂടി നടക്കണം. വളരെ പെട്ടെന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പലരും ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വീടിന്റെ മുറ്റത്ത് നടക്കുന്ന അതേ ലാഘവത്തോടെ റോഡ് ക്രോസ് ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് എന്ന് പറഞ്ഞതിനർത്ഥം ഓടി റോഡ് ക്രോസ് ചെയ്യണം എന്നല്ല. പക്ഷെ റോഡിലൂടെ പോകുന്ന സമയത്ത് കുറച്ച് വേഗം പോകാൻ നോക്കുക. വർത്താനം പറഞ്ഞ് കയ്യും പിടിച്ച് കൂട്ടുകാരുമൊത്ത് പോകുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? എന്ത് ജാഗ്രതയാണ് നിങ്ങൾ കാണിക്കുന്നത് ഈ കാര്യത്തില്? നമ്മളെ മനസ്സിലാക്കേണ്ട കാര്യം, ഡ്രൈവ് ചെയ്യുന്ന എല്ലാവരും എക്സ്പേർട്ട് ആവണമെന്നില്ല. ചിലർക്ക് ബ്രേക്ക് കിട്ടിയില്ല, എന്താ സംഭവിക്കുക? മുട്ടും. അപ്പൊ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, റോഡിലൂടെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ ഏതെങ്കിലും വണ്ടി കംപ്ലൈന്റ് ആയിട്ട് ബ്രേക്ക് കിട്ടാതാവാം, അല്ലെങ്കിൽ ഡ്രൈവറുടെ എക്സ്പീരിയൻസ് കുറവ് മൂലം ബ്രേക്ക് കിട്ടാണ്ടാവാം, അല്ലെങ്കിൽ ശ്രദ്ധയില്ലാതെ ഡ്രൈവ് ചെയ്യുന്ന ആളുകളൊക്കെ റോഡിലുണ്ടാവാം. അപകടം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വളരെ ശ്രദ്ധയോടുകൂടെ റോഡ് ക്രോസ് ചെയ്യുക. ഒരിക്കലും അലക്ഷ്യമായിട്ട് ഫോൺ വിളിച്ചുകൊണ്ട് ഏതോ ലോകത്തുണ്ടാവും അവരൊക്കെ, ഏതോ മൂഡിലായിരിക്കും പലപ്പോഴും പലരും റോഡ് ക്രോസ് ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഉള്ള ഒരു കേസാണ് ഇപ്പൊ പറഞ്ഞത്. റോഡിൽ നിന്ന് സംസാരിക്കുക, റോഡിൽ കാർഡ്സ് കളിക്കുക. തുണി വിരിച്ച് റോഡിൽ കാർഡ്സ് കളിക്കുന്ന ആളെ ഞാൻ ആലപ്പുഴ ജില്ലയിൽ കണ്ടിട്ടുണ്ട്. ഒരു കൂട്ടം ആളുകൾ റോഡിൽ തുണി വിരിച്ചിട്ടാണ് കാർഡ്സ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. റോഡിൽ പ്രേമിക്കുന്ന ആളുകളുണ്ട്. അതായത് ഞാൻ ഒരു പ്രാവശ്യം കാസർഗോഡ് ജില്ലയിലൂടെ തന്നെ രാവിലെ 4:30 ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് റോഡിന്റെ നടുവില്, അതായത് ഒരു വളവില് റോഡിന്റെ നടുവില് 2 പേര് പ്രണയിക്കുന്ന ഒരു കാഴ്ചയും കണ്ടു. അവരെ നല്ല രീതിയിൽ ഉപദേശിച്ചിട്ടാണ് ഞാനന്ന് അവിടെ നിന്നും പോയത്. എനിക്ക് ബ്രേക്ക് കിട്ടിയത് കൊണ്ട് രക്ഷപ്പെട്ടു. അതും വളവിൽ തന്നെ, നടു
റോഡിൽ പ്രണയിക്കുന്ന ആളുകളുമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, റോഡിൽ വാഹനങ്ങൾ വരുന്നത് നമ്മൾക്ക് കൺട്രോൾ ചെയ്യാനൊന്നും കഴിയില്ല. ആ വാഹനത്തിന്റെ ഡ്രൈവർക്ക് ശ്രദ്ധക്കുറവ് ഉണ്ടായി കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും. നേരത്തെ പറഞ്ഞ കേസിലും വർത്താനം പറയുന്നത് റോഡിന്റെ സൈഡിൽ നിന്നുകൊണ്ടാവണം. എവിടെ നിന്നുകൊണ്ടാവണം? റോഡിന്റെ ബോർഡർ കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ നിൽക്കാൻ. ബോർഡറിന്റെ ഉള്ളിൽ നിന്നിട്ട് നിങ്ങൾ കഥ പറയരുത്, വർത്താനം പറയരുത്. പ്രത്യേകിച്ച് ലേഡീസൊക്കെ കൂടുതലായിട്ട് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരു ശ്രദ്ധയുമില്ലാതെ റോഡിൽ ഇങ്ങനെ കൂട്ടം കൂടി നിന്ന് വർത്താനം പറയും. കുട്ടികളെ റോഡിലൂടെ എങ്ങനെ കൊണ്ടുപോകണം? കൈപിടിച്ച് കൊണ്ടുപോകുമ്പോ നിങ്ങള് റോഡിന്റെ റൈറ്റ് സൈഡിലൂടെ പോകണം എന്നാണ് പറയുക. സാധാരണ നമ്മൾ റൈറ്റ് സൈഡിലൂടെയാണ് റോഡിന്റെ നടന്നു പോകേണ്ടത്. ആ സമയത്ത് കുട്ടികളെ നമ്മുടെ റൈറ്റ് സൈഡിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. പലരും ചെയ്യാറില്ല. പലരും ഇടത്തെ കൈകൊണ്ടാണ് കുട്ടിയെ പിടിക്കുക. എന്നിട്ട് കുട്ടി റോഡിലുണ്ടാവും, ആള് റോഡിന്റെ പുറത്തായിരിക്കും. ഇങ്ങനെ നടന്നു പോകുന്ന ആളുകളുണ്ട്. എന്തൊരു അബദ്ധമാണ് നിങ്ങൾ ചെയ്യുന്നത്. ആ കുട്ടിയെ റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ പിടിച്ചിട്ട് നടന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ കുട്ടിക്ക് പെട്ടെന്ന് മാറാൻ പറ്റുമോ? നിങ്ങൾക്ക് ചിലപ്പോൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ ഇങ്ങോട്ടേക്ക് മാറും. അപ്പൊ കുട്ടികളെ റോഡിന്റെ സൈഡിലൂടെ നടത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് നമ്മള് തീർച്ചയായിട്ടും റോഡിന്റെ റൈറ്റ് പോകണം. നമ്മളുടെ റൈറ്റിലായിരിക്കണം ആ കുട്ടി ഉണ്ടായിരിക്കേണ്ടത്. ഈ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പേരൻസ് ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. പ്രത്യേകിച്ചും ഗ്രാൻഡ് പേരൻസ് ഒക്കെയാണ് കുട്ടികളെയും കൂട്ടിയിട്ട് സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് വരിക. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. അറിയാത്തവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയുള്ള അപകടങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഡ്രൈവറെ കുറ്റം പറയാൻ നമുക്ക്, അതിലൊന്നും തെറ്റില്ല. അത് ഡ്രൈവർ ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മളുടെ ഭാഗത്ത് ഇങ്ങനെയുള്ള ശ്രദ്ധ ഉണ്ടാവണം. റോഡിലൂടെ നടക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. റോഡിൽ വെറുതെ ഇരിക്കരുത്, റോഡിൽ വെറുതെ നിൽക്കരുത്. റോഡിൽ വാഹനങ്ങൾ എപ്പോഴും തെറ്റായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നെങ്കിലും മനസ്സിലാക്കുക. ഈ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വ്ളോഗ്. ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വ്ളോഗുമായി കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു. ബൈ.